ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ്, എനിക്ക് ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും കമൻറ്റ് ബോക്സിലോട് ചോദിക്കാം, ചേച്ചി അനക്കം അറിഞ്ഞു തുടങ്ങിയോ, അതായത് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയോ, ഇപ്പോൾ ചവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ 12th എൻ്റെ അനോമലി സ്കാനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അനോമലി സ്കാനിങ്ങിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചേക്കുന്ന, ചേച്ചി അനോമലി ചെയ്യുമ്പോൾ വേദന എടുക്കുമോ? അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ടുകൾ ആ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിർത്തി വെച്ചേക്കുമായിരുന്നു, പക്ഷേ ഇങ്ങനത്തെ കുറേ കമൻറ്റ് കണ്ടപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നീന് ബേബി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഞാൻ വെൽഡിങ് സെറ്റൊക്കെ എടുത്ത് വെച്ചൊന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തുവാ മക്കളെ, ഫ്രണ്ടിലോട്ട് ഇരിക്ക്, വീഴും. ആദ്യം തന്നെ പറയട്ടെ, എല്ലാവരും ഇങ്ങനെ പ്രഗ്നൻസിയുടെ സ്കാനിങ്ങിൽ പറയുന്നതാണ് അനോമലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാനിങ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ചിലർക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എൻ്റെ സൗണ്ടും ഇതുകൂടെ മിക്സ് ആവുമോ അറിയത്തില്ല. അപ്പോൾ ഭയങ്കര ടെൻഷൻ ഉള്ള കണക്ക് ഇങ്ങനെ പറയാറുണ്ട്. ആക്ച്വലി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ അനാട്ടമി അറിയാൻ വേണ്ടിയിട്ടുള്ള, അതായത് എന്തെങ്കിലും ഗ്രോത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനത്തെ ഗ്രോത്ത്, പിന്നെ കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത്, ഇതൊക്കെ നന്നായിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കാനിങ് ആണ് അനോമലി സ്കാനിങ്. അതായത് ചില പ്രഗ്നൻസിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ കുഴപ്പമൊന്നുമില്ലായിരിക്കും, പക്ഷെ 5th മന്തിൽ, അതായത് ഈ സ്കാനിങ് എന്നെ കാട്ടി സൗണ്ടിൽ അവള് പറയുന്നു. ഈ സ്കാനിങ് വരുന്നത് യൂഷ്വലി ചെയ്യുന്നത് ഒരു 18 to 22 വീക്കിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ചിലപ്പോൾ സ്കാനിങ് ചെയ്തിട്ട് കുഞ്ഞിന് വളർച്ച കുറവാണ്, പിന്നെ അബോർട്ട് ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള ഒരുപാട് കപ്പിൾസിനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് കൂടുതൽ ഗ്രോത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റുന്നത്. അത്രേ ഉള്ളൂ ഇതിനുള്ളൊരു പ്രത്യേകത. അതായത് എന്തെങ്കിലും അനാട്ടമിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പിന്നെ ഇതേപോലെ ബ്രെയിനോ ഹാർട്ടിനോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ, അതുപോലെ തന്നെ ഈ നമ്മുടെ എല്ലിൻ്റെയൊക്കെ ഗ്രോത്ത്, പിന്നെ ഫേസ് ഫീച്ചേഴ്സ്, ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്ന ഒരു സ്കാനിങ് ആണ് അനോമലി സ്കാനിങ്. അല്ലാതെ ഇതിനകത്ത് ഒരു സ്പെഷ്യലി നമുക്ക് വേദന എടുക്കുന്ന സ്കാനിങ്, അങ്ങനെ ഒരു സ്കാനിങ് ഇല്ല. നമ്മൾ നോർമലി എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഒഴിച്ചിട്ട് വയറ്റിനകത്ത് തന്നെ ഇങ്ങനെ തടവിയാണ് സ്കാൻ ചെയ്യുന്നത്. ഇപ്പം എന്നെ സംസാരിക്കാൻ സമ്മതിക്കൂല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്കാനിങ് ആണ്. പിന്നെ ഇതിന്റെ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് യൂഷ്വലി വരുന്നത് 300 to 350 ഗ്രാം. 300 to 350 ഗ്രാം ഒരു ആവറേജ് ആണ് കേട്ടോ. അപ്പം അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 18 to 22 വീക്കിലാണ് യൂഷ്വലി അനോമലി ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ആവറേജ് വെയിറ്റ്, നമുക്ക് ഒരിക്കലും സ്കാനിങ്ങിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സ്കാനിങ് വെയിറ്റിൽ അവർ +or- സംതിങ് ഗ്രാമും കൂടെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 300 to 350 ഗ്രാം, അതിൻ്റെ അത്രയാണ് ഒരു ആവറേജ് വെയിറ്റ്. പിന്നെ അതിൽ കൂടുതൽ കേസുകൾ വരാറുണ്ട്. കുറവ് കേസ് വരുമ്പോഴാണ് എന്ന് തോന്നുന്നത്, എനിക്ക് വളർച്ച കുറച്ച് കുറവായിട്ട് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോഴാണെന്ന് തോന്നുന്നു. അപ്പോൾ 300 to 350 ഗ്രാം ആണ് വരുന്നത്. എനിക്കിപ്പോൾ 21 വീക്ക് ആയിട്ടുണ്ട് കേട്ടോ. 21 വീക്കും 3 ഡേയ്സും ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു 1 വീക്കായിട്ട് അനക്കം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് ചവിട്ടലാണല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ യൂഷ്വലി പറയുന്നത്. ചവിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏട്ടൻ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ഫീലിംഗ് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ നീനു ബേബിനെ തൊട്ട് ഇത് ചെയ്യും, പക്ഷെ നീനു ബേബി അവിടെ നിന്ന് ഇങ്ങനെ തട്ടൽ കിട്ടുമ്പോൾ അവള് തിരിച്ചിങ്ങനെ പ്രസ് ചെയ്യും കേട്ടോ. കള്ളി പെണ്ണ്, അവൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. പക്ഷെ അമ്മയുടെ ഭാവി എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും
വാവിക്ക് വന്ന് തടവ് തരയും ഉമ്മ തരയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ ഇപ്പോഴേ എന്താ വെച്ച് കഴിഞ്ഞാൽ അവള് ഒരുപാട് കുഞ്ഞാണല്ലോ. അപ്പൊ പെട്ടെന്ന് നമ്മളടുത്ത കുഞ്ഞ് വരുമ്പോഴത്തേക്കും നേരത്തെ അവർക്ക് അവയർ ചെയ്ത് വെച്ചേക്കണം. അതായത് നമുക്കൊരു ബേബിയും കൂടെ വരുന്നുണ്ട്. അവളിപ്പോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയാറായിട്ടില്ല. എങ്കിലും ഞാനിങ്ങനെ പറയും, നമുക്ക് കുറച്ച് മാസത്തോടെ കഴിയുമ്പോഴത്തേക്കും പുതിയ വായു വരും, അടുത്ത വായു വരും എന്നൊക്കെ പറയും. കുഞ്ഞുങ്ങളെ പൊതുവെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ടെൻഷനൊന്നും ഇല്ല. അവളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും വരുമോ എന്നുള്ള ടെൻഷനൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാണ്, അനോമലി എന്ന് പറയുമ്പോഴത്തേക്ക് അനോമലി സ്കാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെൻഷൻ നിൽക്കേണ്ടതെന്ന് ആവശ്യമില്ല. കുഞ്ഞുങ്ങളെ കുറിച്ച് ഹാർട്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്ക് ഏരിയ, ഫേസ്, ബ്രെയിൻ, അതുപോലെ തന്നെ എല്ലിൻ്റെയൊക്കെ വളർച്ചയില്ലേ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനുള്ള ഒരു സ്കാനിങ് ആണ്. പ്രത്യേകിച്ച് വേദന എടുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ എന്ന് വെച്ചാൽ ഇതായിട്ടുള്ള വേദനകളോ അങ്ങനെ ഒന്നും ഉണ്ട്, നോർമൽ ഇതാണ്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എനിക്ക് അനോമലി 2 തവണ എടുത്തായിരുന്നു. അതായത് നമ്മൾ പറയുന്ന പൊസിഷനിൽ കുഞ്ഞ് കിടക്കണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. അപ്പൊ ചില പൊസിഷനിൽ കിടക്കുമ്പോഴത്തേക്കും ചിലപ്പം ബോഡിയുടെ ചില പാർട്സ് അല്ലെങ്കിൽ ഫേസിന്റെ ചില പാർട്സ് കാണാൻ പറ്റത്തില്ല. അതായത് ചരിഞ്ഞ് കിടക്കുകയോ കമന്ന് കിടക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റത്തില്ല. അപ്പൊ ചിലപ്പോൾ അനോമലി വീണ്ടും ഒന്നുകൂടെ ചെയ്യും, ചിലപ്പോൾ 3 തവണ ചെയ്യും. അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ടെൻഷൻ അടിച്ച കാര്യമാണിത്. കാരണം ഇവളെ അനോമലി ചെയ്ത ജസ്റ്റ് 1 ടൈം മാത്രമേ ചെയ്യേണ്ടി വന്നോളൂ. പക്ഷെ ഇപ്പൊ സെക്കൻഡ് ടൈം ചെയ്തപ്പോൾ 2 തവണ ചെയ്തു. അപ്പൊ ആ രണ്ടാമത്തത് ചെയ്തപ്പോഴത്തേക്കും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലാന്ന്. പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളൊരു ടെൻഷൻ ഇല്ല, എന്താ രണ്ടാമത് ഒന്നുകൂടെ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഡോക്ടറിന്റെ തിരക്കിയപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത്, പൊസിഷൻ മാറി മാറി കിടക്കുമ്പോഴത്തേക്കും എല്ലാ സൈഡും നമുക്ക് സ്കാനിങ്ങിൽ കിട്ടണമെന്നില്ല. അപ്പൊ അത് വീണ്ടും ചിലപ്പം വെള്ളം കുടിച്ചിട്ട് വരുമ്പോഴോ ഫുഡ് കഴിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കോ കുഞ്ഞ് വീണ്ടും വന്ന് തിരിഞ്ഞോ മറിഞ്ഞോ നേരെയോ ഒക്കെ കിടക്കും. അപ്പം കിട്ടാത്ത പോർഷനോട് അതിനകത്ത് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ 2-3 തവണ അനോമലി ചെയ്യുന്നത് കേട്ടോ. പിന്നീട് ഡോക്ടർ കമ്പൽസറി ആയിട്ട് കുറച്ച് ഫുഡ്സ് കഴിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡെയിലി 2 ഗ്ലാസ് പാല്, 1 മുട്ട, പിന്നെ ഫിഷും അതൊക്കെ കഴിക്കണം. പിന്നെ കേട് ഉച്ചയ്ക്ക് 1 ബൗള് കേട് നിർബന്ധമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഈന്തപ്പഴമില്ലേ, ഈന്തപ്പഴം, അതുപോലെ തന്നെ എന്തെങ്കിലും നട്ട്സ്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാവാം. പീനട്ട് എങ്കിൽ പീനട്ട്, മറ്റേ ബദാമെങ്കിൽ ബദാം, പിസ്ത എങ്കിൽ പിസ്ത. ഡേറ്റ്സ് ഒക്കെ കഴിച്ചു തുടങ്ങാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കഴിച്ചു തുടങ്ങാം, കുഴപ്പമില്ല. എനിക്കിപ്പോൾ 5 മാസം കംപ്ലീറ്റ് ആയി, 6ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്ത് പെട്ടെന്നാണ് മാസങ്ങൾ കടന്നുപോയെന്ന് അറിയത്തില്ല. പിന്നെ എൻ്റെ ഡേറ്റ് ചോദിച്ച് അതാതിന്ത. അപ്പം വീണ്ടും പുതിയ അമ്മമാർക്ക് ഞാൻ പറയുവാണ്, അനോമലി എന്ന് കേട്ട ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അപ്പം ഇനി എനിക്ക് അടുത്തത് ഗ്ലൂക്കോസ് ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത 12th എനിക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ നിനുമ്മ ബൈ ബൈ കൊടു, ടാറ്റ കൊടു, ടാറ്റാ.